ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ടെന്ന് മാലവും പോണ റോട്ടിൽ നാട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിടക്കണം മെക്കാടൻ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കണം. ഈ കാണാൻ 1 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ട് വീട് വെക്കാൻ അതുപോലെ വീട് വെച്ചിട്ട് ബാക്കി സ്ഥലത്ത് നമുക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ക്വാർട്ടേഴ്സൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു കിട്ടിലും പ്ലോട്ട് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം നേരെ അങ്ങോട്ട് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സ്ഥലത്തോട്ട് എത്താനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. ആയിക്കോട്ടെ, ഇങ്ങോട്ട് എത്തേണ്ട ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാക്കണ ആ കാണുന്ന SNDPന്റെ മന്ദിരമാണ് ആ കാണുന്നത് കേട്ടോ. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങോട്ട് എത്തേണ്ട ലാൻഡ് മാർക്ക്. അതാണ് അതിന്റെ തൊട്ടടുത്തതാ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ അതിര് ഇതാക്കണം ഇവിടുന്നാണ് നമുക്ക് തുടങ്ങുന്നത്. ഫ്രണ്ടേജ് അതിര് ഇവിടുന്ന് തുടങ്ങുകയാണ്. ഈ ഒരു അതിരിനോട് ചേർന്ന് ഇവിടെ വീടുകളെല്ലാം ഉണ്ട്. ഇങ്ങോട്ടെല്ലാം അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മെക്കാടൻ ടാറിങ് റോഡാണ്. അത്യാവശ്യം നല്ല ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാറിന് ഏകദേശം 42 കിലോമീറ്റർ മാത്രം മാറിയിട്ട് നാട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. പഞ്ചായത്ത് വരുന്നത് നമുക്ക് ബളാൽ പഞ്ചായത്താണ്. വില്ലേജ് മാലവും അതുപോലെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ റോഡ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് കാഞ്ഞങ്ങാറിന് വെള്ളരിക്കുണ്ട് വഴി വരുന്നതാണ്. കാഞ്ഞങ്ങാറിന് ഏകദേശം 42 കിലോമീറ്റർ, വെള്ളരിക്കുണ്ടെന്ന് 7 കിലോമീറ്റർ. അതുപോലെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാലവും പോകാം. അങ്ങോട്ട് ഏകദേശം 1 കിലോമീറ്റർ കേട്ടോ. പിന്നെ നമുക്ക് അതുപോലെ കൊന്നക്കാട് എല്ലാം പോകാം. പിന്നെ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിര് എൻ്റെതാ ഇവിടം വരെയാണ് വരുന്നത്. ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഇവിടം വരെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് തന്നെ നല്ല നീളം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ വീട് വെച്ചിട്ട് ബാക്കി സ്ഥലത്ത് നമുക്ക് കൃഷിയായിട്ട് നോക്കി കൊണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ബിൽഡിംഗ് പർപ്പസിനും കൂടി പറ്റണം കേട്ടോ. ക്വാർട്ടേഴ്സൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് അയൽവാസികളായിട്ട് ഇങ്ങോട്ടും വീടുകളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ തന്നെ ഇവിടെ LP സ്കൂളെല്ലാം ഉണ്ട്. വീട്ടിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് കേട്ടോ LP സ്കൂളിൽ. പിന്നെ നമുക്ക് ചർച്ച ആണെങ്കിൽ നമുക്ക് 1 കിലോമീറ്ററിൽ മാലോത്ത് കഴിഞ്ഞാൽ അവിടെ ചർച്ചലുണ്ട്. അതുപോലെ ഇവിടുന്ന് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് അടുക്കള കണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെയും ചർച്ചലുണ്ട്. പിന്നെ സ്കൂൾ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് വള്ളിക്കടവ് എത്തിക്കഴിഞ്ഞാൽ അവിടെ മാലോത്ത് കസവ സ്കൂളുണ്ട്. വെള്ളരിക്കുണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിൽ പോയിട്ട് കാണാം. അപ്പോഴേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട റോഡാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പ്ലോട്ടിനകത്താണ്. ഈ ഒരു ഭാഗത്തൊരു വീട് വെച്ച് താമസിക്കാനൊക്കെ നമുക്ക് റോഡ് ലെവലിൽ മണ്ണ് നീക്കം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വീട് വെച്ച് താമസിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് റബ്ബർ, തെങ്ങ്, കവുങ്ങ് അങ്ങനെയുള്ള കൃഷി സ്ഥലമായിട്ട് അങ്ങനെ നോക്കി കൊണ്ടിറക്കുകയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അതായത് നമുക്ക് റോഡ് ലെവലിനോട് ചേർത്തിട്ട് തന്നെ നമുക്കൊരു വീടൊക്കെ പണിത് അതിന് അടിപൊളിയായിട്ടൊരു വീടൊക്കെ പണിതിട്ട് സുഖമായിട്ടായിട്ട് ജീവിക്കാം അല്ലേ. ഇനിയിപ്പോൾ കുറേ ചിലർ ഉള്ളേരികളിലൊക്കെ ആവും താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതുപോലെ ടൗണിൻ്റെ അടുത്തൊക്കെ ആയിട്ട് റോഡ് സൈഡിന് ഒരു വീട് വെച്ച് താമസിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതാണ്ട് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അങ്ങോട്ട് വീടുകളുണ്ട്. അതുപോലെ തന്നെ അതാണ് ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ടും വീടുകളൊക്കെ ഉണ്ട്. അതാണ് വണ്ടികളൊക്കെ ചറപറാന്ന് പോണ റൂട്ടാണ് കേട്ടോ. നമുക്ക് തിരക്ക് പിടിച്ച റൂട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാഞ്ഞങ്ങാടിന് ഇഷ്ടംപോലെ ബസ്സുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നീലേശ്വരത്തിന് പോകാനൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ദൂരം നിന്നൊക്കെ വരുന്നുണ്ട്, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, പാല ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലം കാണാനൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ബസ് സർവീസ് ഉള്ളതാണ്. ഇപ്പം നിലവിൽ ഇപ്പോൾ നമ്മളെ പ്ലോട്ടിനകത്ത് ആക്കണ ഫുള്ള് കശുമാവാണുള്ളത് കേട്ടോ. ഏകദേശം 10-50ഓളം കശുമാവാണുള്ളത്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ മൊത്തത്തിലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ മേളിലോട്ട് കിടക്കാണ്ട് നമ്മളെ പ്ലോട്ട് ആ ഒരു ഭാഗത്തോട്ടും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മാലോം ഏരിയയിൽ ഇതേപോലെ നിങ്ങൾക്കൊരു സ്ഥലമൊക്കെ എടുത്തിട്ട് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ഓണറുടെ നമ്പർ ഞാൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന മേലെ കാണുന്ന ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.